വണ്ടിയിൽ എണ്ണ തീർന്നതിനെ കൊണ്ട് വണ്ടിയും തള്ളിയിട്ട് നേരെ പെട്രോൾ പമ്പിലെത്തിയിട്ട് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ അനുണ്ട് ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് എന്നെ ഒന്ന് വടകര ഇറക്കി തരുമെന്ന് വെച്ചപ്പോൾ ഞാൻ അന്നേരം തന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് ബസ്സിന് പോയിക്കൂടെ എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ ബസ്സിനൊന്നും പോകാൻ നേരില്ല, അത്ര അത്യാവശ്യമാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് പേരാമ്പ്ര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു അത്യാവശ്യം തന്നെ അയക്കുമെന്ന്. സത്യാന്നും വിചാരിച്ചിട്ട് ഞാൻ നേരെ എന്താക്കി പേരാമ്പ്രയിൽ സ്റ്റാൻഡിൻ്റെ കുറച്ച് മുന്നോട്ട് വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞു പാടെ നിർത്തിയാറുണ്ട്. ലബോ ബ്യൂട്ടി സ്റ്റുഡിയോയിലേക്കാണ് ഇവൾ പോകുന്നട്ടോ. പോകുന്ന കണ്ടേരം ഞാൻ അവളോട് 100% വെച്ചു ഇവിടത്തേക്കാണോ നീ വരാൻ വേണ്ടി തീരുമാനിച്ചു. ലബോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ലാഭം ഇല്ലാണ്ട് ഇവള് പോകില്ലാന്ന് 100% ഉറപ്പാണ്. അവിടെ എത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഫേഷ്യൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ചെയ്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങി തരാത്ത വെളി ഇങ്ങനെ ഒരു ഓഫർ ഉമ്മക്ക് തരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിലും വലിയൊരു ഓഫർ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചപ്പോൾ പോലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 2ാം വാർഷികതിനെ കൊണ്ട് ഡിസംബർ 10 വരെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയുന്നതിനോട്ട് ഒരാൾ എന്ത് ഇവിടുത്തെ സർവീസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഒരാൾക്ക് ഫ്രീ ആണെന്ന്. അതായത് നമ്മളെ സുഹൃത്തായിട്ടാണ് വരുന്നതാണെങ്കിൽ അവരെന്താണോ ചെയ്യുന്നത് അതേമാതിരി നമുക്ക് ഫ്രീ ആണ്, ഇവിടുത്തെ സർവീസാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ എല്ലാം കൂടി എന്താണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളുണ്ട് നന്നായിട്ട് ഫേഷ്യൽ ചെയ്യുന്നിട്ടോ. അതൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അവളെ അരിയത്ത് പോയിട്ട് ഇരുന്നിട്ട് വെച്ച് വേറെ എന്തെങ്കിലും ഓഫർ ഇവിടെ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞ് നെയിലാട്ട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. ഞാൻ ചോദിച്ചാൽ അതെന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അത് ഇവിടെ മാത്രമേ ഉള്ളൂ പേരാമ്പ്രയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ എന്താക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ പറ്റുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക.